നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മറുനാടൻ മലയാളികളുടെ ജീവിതത്തിലൂടെ സന്തോഷത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു മറുനാടൻ മലയാളിയുണ്ട്. ശ്രീ അബ്ദുൾ മജീദ്, തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹം അജ്മാനിൽ അറഫ മെറ്റൽ കോൺട്രാക്ടിംഗ് കമ്പനി എന്ന സ്ഥാപനം നടത്തുന്നു. ACP അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ ക്ലാഡിംഗ് വർക്കുകൾ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഫിനിഷിങ് ആൻഡ് എക്സ്റ്റീരിയർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ അലൂമിനിയം ക്ലാഡിങ്ങിലൂടെയാണ്. അതിൻ്റെ സിലിക്കൺ പേസ്റ്റുകൾ ഉപയോഗിച്ചാണ് അത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാളും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം. ആദ്യം നമുക്ക് പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. തൃശ്ശൂർ സ്വദേശിയാണ്. അതെ, തൃശ്ശൂർ സ്വദേശി. എത്ര വർഷമായി ദുബായിലെത്തിയിട്ട്? ഞാൻ ഏകദേശം 11 വർഷം. ദുബായ് അല്ല, വന്നപ്പോൾ അജ്മാൻ തന്നെയാണോ? അല്ല, വന്നപ്പോൾ മുതൽ ആദ്യം ദുബായിൽ വന്നു, അതിനുശേഷം ഷാർജയിൽ വന്നു, അതിനുശേഷം അജ്മാനിലേക്ക് വന്നു. ബൈക്കിലോട്ടാണ് എല്ലാവരും അജ്മാൻ, ഷാർജ, ദുബായ് അങ്ങോട്ട് പോയി. അങ്ങനെയല്ല, അത് ആ ഒരു സാഹചര്യം നമ്മൾ വന്നപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് പാർട്ണർഷിപ്പിൽ തന്നെ വന്നതാണ്. ബിസിനസ് തന്നെയായിരുന്നു തുടക്കം? അതെ അതെ, തുടക്കത്തിൽ തന്നെ. എങ്ങനെ ഈ അലൂമിനിയം? ആദ്യം അലൂമിനിയം, ഓൾ കൈൻഡ് ഓഫ് അലൂമിനിയം. അതിൽ പിന്നെ വിൻഡോസ്, ഡോഴ്സ്. അല്ല, അതിൻ്റെ ഒരു ലൈനിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് ഞാൻ എൻ്റെ പിന്നെ SSLC കഴിഞ്ഞ് ഞാൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അലുമിനിയം ഫീൽഡാണ്. നാട്ടിൽ തന്നെ. നാട്ടിൽ ഏകദേശം ഒരു 3-3.5 വർഷത്തോളം അലുമിനിയം ഫീൽഡിലുണ്ടായിരുന്നു. ബിസിനസ്സിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണോ പ്രധാനമായിട്ടും UAE-യിലുള്ളത്? UAE-യിൽ ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ UAE-യുടെ പ്രത്യേകത വെച്ചാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഏകദേശം അബുദാബി പോയി തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ ഫുജേറയിൽ പോയാലും ആ സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. ഏകദേശം ഈ മേഖലകളിലാണ് പണി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബൈയുടെ ഒരു പ്രത്യേകതയിൽ നമുക്ക് ഏത് വർക്കും ചെയ്യാൻ ഈസിയാണ്. എനിക്ക് പറയാമല്ലോ, കാരണം വെച്ചാൽ ട്രാവലിങ്ങിന് ഈസിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തു, അതിൻ്റെ LPO പിറ്റേ ദിവസം തന്നെ കിട്ടണം. എഗ്രിമെൻറ്റ് അതിൻ്റെ പിറ്റേ ദിവസം കിട്ടണം. വർക്ക് നമ്മളൊരു 30 ഡേയ്സിനുള്ളിൽ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കിവിടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ചും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ദുബായ് വളരെ സേഫാണ്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത്, ഇപ്പോൾ സാർ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പോലും ഈ അലൂമിനിയം പാനൽ ചെയ്തിട്ടുള്ള ഇതിലാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഒരു സാധ്യതകളും അതിൻ്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അലൂമിനിയം കൊണ്ടുള്ള, ഇപ്പോൾ അലൂമിനിയം എത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാനുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്ലാസ്റ്ററിങ്, ഇപ്പോൾ പിന്നെ ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പ്ലാസ്റ്ററിങ് ചെയ്യണമെങ്കിൽ സമയം കുറേ പിടിക്കും. അതും ഒരു ഡിസൈൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചെറിയൊരു പിന്നെ തുവാല ഉണ്ടാക്കണമെങ്കിൽ അതുമ്പോൾ ഡിസൈനിങ് ഒരു ടച്ച് വരുന്നത് നമുക്ക് എത്രയെന്ന് അറിയാം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിസൈൻസും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പാനലിന് റൂട്ടിങ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്ത പ്രൊജക്റ്റാണ്. ഇതാണ് ഇവിടുത്തെ ഫാൾക്കൺ ടവർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഇവിടുത്തെ ഷെയ്ക്കിൻ്റെ കമ്പനിയാണ്. ഷെയ്ക്കിൻ്റെ ഓൺ ബിൽഡിംഗ് ആണ്. ഇത് ഓൾമോസ്റ്റ് 35,000 സ്ക്വയർ മീറ്റർ ഉള്ള പ്രൊജക്റ്റാണ്. 10 ആളുള്ള ഒരു ടീമാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 700-600 സ്ക്വയർ മീറ്റർ ഒരു മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു മാസം കൊണ്ട് ഒരു ഭാഗം പോലും തേപ്പിങ് കഴിയില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പെയിൻറ്റിങ് ഇതിനടിക്കണ്ട. ഓൾറെഡി ഇത് കെയ്നർ കോട്ടിംഗ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത പ്രൊജക്റ്റ്, ബാങ്ക് സദറത്ത് റാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റൈൻലെസ് സ്റ്റീലായിട്ട് കാണുന്നത് അതും ACP ഫിനിഷിങ്ങിലുള്ളതാണ്. ഇവിടുത്തെ ഹുക്കുമത്തിൻ്റെ പിന്നെ ക്വാളിറ്റി അവാർഡ് കിട്ടിയത് നമുക്ക് ഫുജേറ എമിഗ്രേഷൻ്റെ ക്വാളിറ്റി അവാർഡാണ്. അത് നമുക്ക് മെയിനായിട്ട് ക്വാളിറ്റി കീപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഇത് കോട്ട് ചെയ്യുന്നത് PVDF കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിങ്ങാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ PVDF കോട്ടിംഗ് ഒന്നുമില്ല, അത് PE കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് വരുന്നത്. PE കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റീരിയറിന് ഉപയോഗിക്കുന്ന ഇതാണ് PE കോട്ടിംഗ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ PVDF എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം ഇതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് ജർമ്മൻ ടെക്നോളജിയാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഇറക്കിയിട്ടുള്ള ഷീറ്റാണ്. ഇന്നിപ്പോൾ FR ഫയർ റേറ്റഡ് ഷീറ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രൊട്ടക്റ്റീവുമായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ഇറക്കുന്നത്. ലൂക്കെ ബോണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അടുത്ത നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലൂക്കെ സിലിക്കോൺ, ഞങ്ങളുടെ വേറൊരു ബ്രാൻഡാണ്. ഇത് സ്പേസ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ക്ലൈഡിങ് ഷീറ്റിൻ്റെ. അതുപോലെ തന്നെ സ്ട്രെച്ചർ ഗ്ലാസിൻ്റെ മറ്റു എവിടെയാലും ഇത് സിലിക്കോൺ ഉപയോഗിക്കേണ്ട എല്ലാ ഭാഗങ്ങളിലും ഇത്
ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്ട്രക്ചർ ഗ്ലേസിംഗ് ഉണ്ട്, വെതർ സിലിക്കോൺ ഉണ്ട്. പിന്നെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് കയറുമ്പോൾ ഒരുപാട് വെയിറ്റ് വരും. വെയിറ്റിൻ്റെ പ്രശ്നം വല്ലാത്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് 4 മില്ലി തിക്നെസ്സാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഈ 4 മില്ലി തിക്നെസ്സിൽ ഇതിൽ 2 ഗുണമുണ്ട്. ഒന്ന് വെയിറ്റ് കുറവാണ്, അതേപോലെ തന്നെ ഇത് പിന്നെ തെർമൽ സിസ്റ്റമാണ്. ചൂടിനെ ഇത് പരമാവധി കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് FR ഉണ്ട്, നോർമലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നോർമലാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ FR സിസ്റ്റമാണ് വെച്ചേക്കുന്നത്, ഫയർ റേറ്റഡ്. അപ്പോൾ ഫയർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം തീ പിടിച്ച് കഴിഞ്ഞാൽ ആളി കത്തില്ല. എന്ത് സാധനം കത്തും, കത്താതിരിക്കില്ല. പക്ഷെ ഇത് കത്തുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഉരുകി വീഴുന്ന ഒരു ടൈപ്പ്, ആളി കത്തില്ല. ഈ അലൂമിനിയം പാനലുകളിലെ ലൈഫ് നമുക്ക് എത്ര കാലം വരെ പറയാൻ പറ്റും? നമ്മളിപ്പോൾ കൊടുക്കുന്ന ഗ്യാരണ്ടി 15 വർഷമാണ്. 15 വർഷം ഇതിന് പിന്നെ PVDF കോട്ടിങ്ങിന് നമ്മൾ കളർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ മെറ്റീരിയൽ 10 വർഷം, ഇപ്പോൾ 20-30 വർഷമായാലും മെറ്റീരിയലിന് കുഴപ്പമുണ്ടാവില്ല. ഇതിൻ്റെ മെയിൻ കേസ് കളറാണ്. കളറും ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗി പോയി. പക്ഷേ ഈ കളറ് 15 വർഷം വരെ ഇതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കും. ഏകദേശം ഒരു 20 കളേഴ്സ് വരെ നമുക്ക് ലഭ്യമാണ്. 20 കളേഴ്സ് വരെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കോട്ടിങ്ങിൽ നമ്മൾ കൊടുക്കും. ഈ പാനലുകൾ ഒരു സ്ട്രക്ചറൽ വേണമല്ലോ നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്, അതിന് ഉപയോഗിക്കുന്ന എങ്ങനെ, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്? സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത് വെച്ചാൽ പിന്നെ അലുമിനിയം ചാനലാണ് നാട്ടിൽ പറയുന്ന ആംഗിൾ. ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ 4x4ൻ്റെ പിന്നെ 4 mm തിക്നെസ്സിൽ ഇതിൻ്റെ ആംഗിൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കും. ബ്രാക്കറ്റാണ് സാധാരണ വാളിൽ പിടിപ്പിക്കുന്നത്. വാളിൽ പിടിപ്പിച്ചതിന് ശേഷം റണ്ണർ നമ്മൾ ഇതിന് അടിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ വെർട്ടിക്കലായിട്ട് അതിൻ്റെ ക്രോസ് ലൈനിലായിട്ട് പിന്നെ ആംഗിൾ കൊടുക്കും. 4x4 4 mm തിക്നെസ്. അതിനുശേഷമാണ് ഇതിന് ശേഷം വേറൊരു സംഗതി വരുന്നുണ്ട്, പിന്നെ റോക്കോൾ. അത് ഏകദേശം 50 mm തിക്നെസ്സിലാണ് വരുന്നത്. അതിവിടെ 2 റോക്കോളാണ് വരുന്നത്. ഒന്ന് സൗദിയ റോക്കോൾ, ഫുജേറ റോക്കോൾ. രണ്ടും ഫയർ റേറ്റഡ് ആണ്. അതെന്ന് വെച്ചാൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം പുകയും. ഇവിടെ അതിനാണ് സ്മോക്ക് ഇതിന് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് പുകഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുക വരുന്നതോടുകൂടി നമുക്ക് അലാറം അടിക്കും, പെട്ടെന്ന് അറിയാം. അപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് ഇവിടുത്തെ സിവിൽ ഡിഫൻസ് എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിൽ റോക്കോൾ സിസ്റ്റം വെച്ചേക്കുന്നത്. റോക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അപകടം മനസ്സിലാവും. പുകഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 പാനലുകൾ എന്തായാലും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ജോയിൻറ്റുകൾ എങ്ങനെയാണ് അത് കവർ ചെയ്യുന്നത് നമ്മൾ? അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജോയിൻറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഷീറ്റ് വെക്കുമ്പോൾ ആ ഷീറ്റ് പിന്നെ പുറത്തുനിന്ന് സ്ക്രൂ കണ്ടു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിനൊരു പിന്നെ ഫോം വരുന്നുണ്ട്. ആ ഫോം അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന സിലിക്കോൺ, അതാണ് സിലിക്കോൺ. ഈ സിലിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെതർ സിലിക്കോൺ ഉണ്ട്, സ്ട്രക്ചറൽ സിലിക്കോൺ ഉണ്ട്. ഇവിടത്തുള്ള ചൂടും സംഗതികളൊക്കെ വെച്ചിട്ട് സ്ട്രക്ചർ സിലിക്കോണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് വെതർ സിലിക്കോൺ ആയിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു ഫയർ റേറ്റഡ് സിലിക്കോണാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 പ്രോഡക്റ്റായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. ഇത് ഒന്ന് അലുമിനിയം കോമ്പോസിറ്റ് പാനലും 2 പിന്നെ സിലിക്കോൺ സീലൻറ്റും. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇൻറ്റീരിയർ. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചെയ്തേക്കണ ഇൻറ്റീരിയർ വർക്കാണ്. ഇത് ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്റീരിയറിൻ്റെ ഇപ്പോൾ ഒരു വുഡൻ ഫിനിഷിങ്ങിലും ഇതിൻ്റെ വരുന്നുണ്ട്. വുഡൻ ഫിനിഷിങ്ങിലും വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രശ്നമില്ല. വീടുകളിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയുള്ള പിന്നെ വലിയ വില്ലാസുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ 2 പ്രോജക്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ വുഡൻ പ്രോജക്റ്റാണ്. അത് കോസ്റ്റ്ലിയാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഇവിടുത്തെ 600 dirhams പെർ സ്ക്വയർ മീറ്റർ വരുന്ന പ്രൈസാണ്. ഇതിപ്പോൾ ഈ ഭിത്തി അല്ലാണ്ട് പാനലുകൾ അല്ലാണ്ട് നമുക്ക് വേറെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ കിച്ചൺ ക്യാബിനറ്റ് പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതിൻ്റെ പാനൽസ് ഇതിൻ്റെ ക്ലാഡിങ് നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിലൊരു സുഖം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല ഷൈനിങ് ആയിരിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും. ഇല്ല, നനഞ്ഞ ഒരു കുഴപ്പമില്ല. അലുമിനിയം ആണല്ലോ, നനഞ്ഞാലൊരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ പുറത്തുള്ള ബിൽഡിങ്ങിലൊക്കെ ഇവിടെ ചൂടത്തും മഴയത്തൊക്കെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ സംഗതി അതിൻ്റെ കോട്ടിങ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് UAE അല്ലല്ലോ? ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം, അലൂമിനിയം ഈ പാനലുകളുടെ? ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് കേട്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ചൈന, അത് ജർമ്മനിയിൽ ഇതിൻ്റെ പിന്നെ ഇത് പല ക്വാളിറ്റിയിലും ഇതുണ്ടാക്കാം. ചൈനയിൽ വന്നതിന് ശേഷം ചൈന പല രീതിയിലും അത് 1, 2, 3, 4, 5 ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കി വിടുന്ന പല സംവിധാനങ്ങളുണ്ട്. എങ്കിലും ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കറിവിൽ ദുബൈയിൽ തന്നെ ഇതിൻ്റെ നല്ല രീതിയിൽ പിന്നെ നല്ല സാധനം മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന സിസ്റ്റത്തിൽ ചെയ്യുന്ന ആളുകൾ. അതേ സ്ഥാനത്ത് ചൈനയിൽ നിന്ന് ഈ സാധനം
ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതുമ്മയും ഇതടിച്ചിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. സ്റ്റാഫിനെ കുറിച്ച് കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ സ്റ്റാഫ്, അവരാണല്ലോ ഒരു സ്ഥാപനത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ കൂടെ ഉള്ളവരെ കുറിച്ചും എത്ര പേരുണ്ട്? എൻ്റെ സ്ഥാപനത്തിൽ ഏകദേശം 45ഓളം ആളുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മലയാളികൾ തന്നെ എൻ്റെ കൂടെ തന്നെ ഒരു 8-9 വർഷമായിട്ടുള്ള ആളുകൾ തന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊപ്പം തന്നെ നിന്ന് അവർ നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും അവരിപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ കമ്പനിയിൽ ഇങ്ങനെ ജോലിക്ക് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ കുടുംബത്തിനൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ തന്നെ. ഇപ്പോൾ അങ്ങനെയുള്ള 2-3-4 സ്റ്റാഫ് നമ്മളെ പഴയ സീനിയർ സ്റ്റാഫുകളുണ്ട്. ഇത് മിസ്റ്റർ അപ്പ റാവു, ഇത് നമ്മുടെ പ്രൊജക്ട് മാനേജറാണ്. ആള് ആന്ധ്രാപ്രദേശുകാരനാണ്. ആള് ഇവിടെ ഏകദേശം 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. മിസ്റ്റർ ശർമ്മ കോർഡിനേറ്ററാണ്, ബീഹാറാണ്. ഇതാണ് നമ്മുടെ അലുമിനിയം കോമ്പോസിറ്റ് പാനലിൻ്റെ ക്ലാഡിങ്ങിൻ്റെ മോക്കപ്പ് സാമ്പിള്. സാധാരണ നമ്മുടെ നാടുകളിൽ ഇങ്ങനത്തെ അല്ല ഉപയോഗിക്കുന്നത്. നാട്ടിൽ ഉപയോഗിക്കുന്നത് 2x4 ട്യൂബുകളായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫിക്സിംഗ് ഡീറ്റെയിൽസ്. ഇത് ACP പാനല്. ഇതിൻ്റെ പുറത്ത് വരുന്ന പ്രൊട്ടക്ഷൻ സ്റ്റിക്കറാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ വർക്കിന് ശേഷം ഇത് റിമൂവ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ ജോയിൻറ്റുകളിൽ കൊടുക്കുന്നതാണ് സിലിക്കോൺ. ഈ സിലിക്കോൺ ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനിപ്പോൾ സൈഡിൽ നിന്ന് നോക്കണമെങ്കിൽ അറിയാൻ പറ്റും. ഇത് സാധാരണ വാളിൽ പിന്നെ ഇതുപോലത്തെ ബോൾട്ട് ഇട്ടിട്ട് ബോൾട്ട് സിസ്റ്റമാണ് അടിക്കുന്നത്. ഓക്കെ, അലൂമിനിയം പാത്രങ്ങളാണ് ഒരു സമയത്ത് നമ്മളുടെ നാട്ടിലൊരു വിപ്ലവം സൃഷ്ടിച്ചിരുന്നത്. ഇനിയിപ്പോൾ അലൂമിനിയം പാനലുകൾ നമ്മുടെ നിർമ്മാണ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറട്ടെ. സാറിൻ്റെ കുടുംബത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം, അറിയാം. ഫാമിലി ഇവിടെ ഉണ്ട്. കുട്ടിക്ക് 1.5 വയസ്സ്. രണ്ടാമത്തെ കുട്ടി വിശേഷമായിട്ടിരിക്കുന്നു. വൈഫ് ആലുവ തോട്ടേക്കാട്ടുകര, അവിടെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. വാപ്പ, ഉമ്മ, എൻ്റെ 3 ജ്യേഷ്ഠന്മാർ എല്ലാവരും നാട്ടിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. നമ്മൾ പിന്നെ വാപ്പിമ്മ കൂടെ ഉണ്ടായിരുന്നു, വന്നു പോകാറുണ്ട്. ചെയ്തിട്ടൊക്കെ ചെയ്തു. ഈ ജീവിതം അങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണല്ലേ? കുഴപ്പമില്ല, നല്ല റാഹത്തായിട്ട് പോകുന്നു. അൽഹംദുലില്ലാ.